നമസ്കാരം. കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. 2000 വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കുന്നു. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ഈ മാസത്തിലെ ക്ഷേമ പെൻഷൻ നേരത്തെ തന്നെ നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. വർദ്ധിപ്പിച്ച തുകയാണ് 2000 വീതം ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്ക് മാത്രമായിരിക്കും ഇത്തവണ പെൻഷൻ തുക വിതരണം ചെയ്യുകയെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. ഇതിനായി 1045 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. 15-ാം തീയതിയായ ഇന്നു മുതലാണ് ഈ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ 62 കോടി പേരാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ. ഇതിൽ കുറെ പേർക്കൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്കും തുക നേരിട്ടെത്തും. ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. തിങ്കളാഴ്ചയായി ഇന്നു മുതൽക്കാണ് വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ കബളിപ്പിച്ച് നിരവധി അനർഹരാണ് പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ കയ്യോടെ പിടികൂടുന്നതിനായും പെൻഷൻ തുക പലിശയടക്കം തിരികെ അടപ്പിക്കുന്നതിനുമായുള്ള ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി നാളെ മുതൽ കർശനമാക്കും. നിരവധി പെൻഷൻ ഗുണഭോക്താക്കളാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാൻ പോകുന്നത്. 2000 ചതുരശ്ര അടി കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ, ആധുനിക രീതിയിൽ ഫ്ലോറിംഗ്, റൂഫിംഗ് എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള വീടുകൾ, AC ഉള്ള വീടുകൾ, 4 ചക്ര വാഹനമുള്ള വീടുകൾ, പെൻഷൻ കുടുംബത്തിന് 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുണ്ടെങ്കിൽ എന്നിങ്ങനെയുള്ളവരെയാണ് പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇപ്പോൾ ക്ഷേമ പെൻഷനിൽ 400 രൂപ വർധനവ് വരുത്തിയിരിക്കുകയാണ്. ഇവിടെ കോടിയോളം രൂപയാണ് അധിക ബാധ്യതയുള്ളത്. പ്രതിവർഷം 13,000 കോടിയോളം രൂപ ഇതിനായി വകയിരുത്തണം. ഈ സാഹചര്യത്തിലാണ് അനർഹരെ കണ്ടെത്തി ഒഴിവാക്കാൻ സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചത്. ഇതോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ള അറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ ആനുകൂല്യം വാങ്ങുന്നവരുണ്ട്. ഈ ഒരു പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെയുള്ളത് നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണിത്. ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ഡിസംബറിലെയും അതിനുശേഷമുള്ള പെൻഷൻ ലഭിക്കില്ല എന്ന വിവരമാണ് അടുത്ത പ്രധാന അറിയിപ്പ്. അടുത്ത അറിയിപ്പ് എന്താണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിലെ 25 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന അറിയിപ്പാണ്. ചെറുകിട ഇടത്തര കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ അടുത്ത ഗഡുവിന്റെ വിതരണത്തെക്കുറിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങളെത്തി. PM കിസാൻ പോർട്ടൽ പൂർത്തിയാക്കിയവർക്കാണ് തുക ലഭിക്കുക. കേരളത്തിൽ നിന്നും PM കിസാനിൽ അംഗങ്ങളായി 20 ലക്ഷത്തിലധികം ആളുകളാണുള്ളത്. 100% കേന്ദ്ര പണം ചെലവിടുന്ന പദ്ധതിയാണിത്. അതേസമയം കേരളത്തിൽ 70,694 കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ടെന്ന് അടുത്തിടെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ 33 പേരും ആനുകൂല്യം കൈപ്പറ്റിയെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു. ആധാർ അടിസ്ഥാനമാക്കി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റു പദ്ധതിയുടെ തുടക്കത്തിൽ ആളുകളെ ഉൾപ്പെടുത്തിയതാകാം ക്രമക്കേടിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേന്ദ്ര കൃഷി മന്ത്രാലയം സംസ്ഥാനങ്ങളോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അനർഹർ ആനുകൂല്യം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയാലും ഉടൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാണ് നടപടി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ മന്ദഹാസം എന്നുള്ള ഒരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയിൽ ഈ മാസം 31-ാം തീയതി വരെ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അതായത് 60 വയസ്സിന് മുകളിൽ പല്ലുകൾക്ക് കേടുള്ളവർക്ക് ഈ പദ്ധതിയിലൂടെ പല്ല് സെറ്റ് മാറ്റി സ്ഥാപിക്കുവാനും പുതിയ പല്ല് സെറ്റ് വയ്ക്കുന്നതുമാണ്. ഇതിനു വേണ്ട മാനദണ്ഡങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്ന മാനദണ്ഡങ്ങൾ 60 വയസ്സിന് മുകളിലും അതുപോലെ തന്നെ APL BPL വ്യത്യാസമില്ലാതെ തന്നെ അവർ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഏതെങ്കിലും ഒരു ദന്ത ഡോക്ടറിന്റെ പല്ലിന് കേടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രം കൂടി ഇവിടെ സമർപ്പിക്കേണ്ടതുണ്ട്. ഡിസംബർ 31-ന് മുമ്പ് തന്നെ ആവശ്യമുള്ളവർ ഈ ഒരു അവസരം പാഴാക്കാതെ അത് ഉപയോഗിക്കേണ്ടതിന് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലാണ് ഈ ഒരു മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുള്ളത്. അവരുടേതായ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ട മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
അടുത്ത സുപ്രധാനമായിട്ടുള്ള വാർത്ത, ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഏറ്റവും നിർണായകമായ തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ്. ബാങ്ക് ഇടപാടുകൾ മുതൽ മൊബൈൽ സിം കാർഡ് എടുക്കുന്നത് വരെയും വിമാനത്താവളങ്ങളിലെ പരിശോധനകൾ മുതൽ ഹോട്ടലുകളിലെ താമസം വരെയും ആധാർ എന്ന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു രേഖയായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഈ വ്യാപകമായ ഉപയോഗം നമ്മുടെ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്കാണ് വഴിതെളിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ ഉപയോഗത്തിൽ ഒരു സുപ്രധാന മാറ്റത്തിന് കളമൊരുക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് കൈവശം വയ്ക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയും പകരം ഡിജിറ്റൽ വെരിഫിക്കേഷൻ നടപ്പിലാക്കുക എന്നതാണ് പുതിയ നിയമം. ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ കോപ്പി കൈവശം വയ്ക്കുന്നത് നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കപ്പെട്ടേക്കാം. എന്തുകൊണ്ടാണ് ഇത്തരമൊരു മാറ്റം? ഈ മാറ്റം എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. എന്താണ് UIDAI ഇതിനായി ഒരുക്കുന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം? നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. മിക്കവാറും സ്ഥാപനങ്ങൾ ആധാർ കാർഡിന്റെ ഒരു കോപ്പി ആവശ്യപ്പെടാറുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഹോട്ടലുകളിലോ എയർപോർട്ടുകളിലോ അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു ID വെരിഫിക്കേഷനായിട്ട് ആധാർ ചോദിക്കാറുണ്ട്. ഈ കോപ്പി അവർ രേഖയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. പ്രധാനമായി ഈ സമ്പ്രദായം 2 വലിയ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത്. ഡാറ്റ ചോർച്ചയുടെ സാധ്യതയാണ്. ഇതിലൊന്ന്, ഫോട്ടോ കോപ്പികൾ സ്ഥാപനത്തിന്റെ ഫയലുകളിലോ സെർവറുകളിലോ സൂക്ഷിക്കുമ്പോൾ അത് ചോർന്നു പോകാനും ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ആധാർ നമ്പർ, പേര്, വിലാസം തുടങ്ങിയ തന്ത്രപ്രധാനമായ വിവരങ്ങൾ കുറ്റവാളികളുടെ കൈകളിലെത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. വ്യാജ ഐഡന്റിറ്റി സൃഷ്ടിക്കാനോ സാമ്പത്തിക തട്ടിപ്പുകൾ ഇത് വഴിവെക്കും. നിയമലംഘനമാണ് രണ്ടാമത്തെ പ്രശ്നം. ആധാർ നിയമം അനുശാസിക്കുന്നത് ഒരാളുടെ സമ്മതമില്ലാതെ ആധാർ വിവരങ്ങൾ ശേഖരിക്കുകയോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കുന്നതോ നിയമലംഘനമാണ്. ഈ രീതിയിലാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ ഒരു നിയമം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആധാറിന്റെ കോപ്പി സൂക്ഷിക്കാതെ തന്നെ നമുക്ക് അവരുടെ ആധാർ ആപ്പ് വഴി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തിപ്പോൾ BP റേഷൻ കാർഡ്, അതായത് PH പിങ്ക് റേഷൻ കാർഡ് നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നീല വെള്ള കാർഡ് ഉടമകളിൽ നിന്ന് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാനുള്ളവരുടെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷ കുറവായതിനാൽ തന്നെ അപേക്ഷിച്ച ഭൂരിഭാഗം ആളുകൾക്കും കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു. പിങ്ക് റേഷൻ കാർഡിൽ വളരെയധികം ഒഴിവ് നികത്താതെ ഇപ്പോൾ ഉള്ളതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ മുൻഗണന BPL കാർഡിന്റെ സംസ്ഥാനത്ത് അനുവദിച്ചിരിക്കുന്ന എണ്ണം കുറയ്ക്കുമോ എന്നുള്ള സംശയം വന്നതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള നീല റേഷൻ കാർഡ് ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഓൺലൈനായിട്ട് ഈ ഡിസംബർ മാസം 17-ാം തീയതി വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ CSC സെന്ററുകൾ വഴിയോ നമുക്കിത് അപേക്ഷിക്കാവുന്നതാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചാൽ നമുക്കറിയാം കൂടുതൽ റേഷൻ വിഹിതവും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ വിവിധ ആനുകൂല്യ ധനസഹായങ്ങളൊക്കെ തന്നെ ലഭിക്കാൻ സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ അർഹതയുള്ളവർ ഡിസംബർ മാസം 17-ാം തീയതിക്ക് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ടിൽ, റിലേറ്റീവ്സിലൊക്കെ ഷെയർ ചെയ്തോളൂ. അറിയാത്തവർ കൂടി ഈ ഒരു വിവരങ്ങൾ അറിഞ്ഞോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്